നമസ്കാരം. സമ്മർദ്ദം അത് ഒരു തന്ത്രമാണ്. ആ തന്ത്രം പയറ്റുന്ന ഇന്ത്യ സൗദിയെ വരുതിയാക്കുകയാണ്. ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കാര്യത്തിലാണ് ഇന്ത്യയുടെ സമ്മർദ്ദം സൗദിക്കുമേൽ വരുന്നത്. സൗദി അറേബ്യയുടെ ക്രൂഡ് മികച്ച മേന്മയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഉയർന്ന വിലയ്ക്കാണ് വിൽക്കുന്നത്. മറ്റു രാജ്യങ്ങൾ വില കുറച്ച് വിൽക്കുമ്പോഴും സൗദിയുടെ എണ്ണ വില ഉയർന്നു തന്നെ നിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യ വില കുറയ്ക്കുകയാണ്. ഇവിടെ വില പോയത് ഇന്ത്യയുടെ കൂർമ്മ ബുദ്ധിയാണ്. റഷ്യയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ കിട്ടുന്നതും അമേരിക്കയിൽ നിന്നും കൂടുതൽ വാങ്ങാൻ തുടങ്ങിയതുമാണ് സൗദിയെ സമ്മർദ്ദത്തിലാക്കിയത്. ഇതോടെ സൗദി അറേബ്യ ഏഷ്യയിലേക്ക് നൽകുന്ന ക്രൂഡ് ഓയിൽ വില വീണ്ടും കുറച്ചു. കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി സൗദിയെ വില കുറയ്ക്കുന്നതിന് പിന്നിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നയങ്ങളാണ് എന്ന നിരീക്ഷണമുണ്ട്. ജനുവരിയിൽ ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയുടെ വിലയാണ് ബാരലിന് $0.60 കുറച്ചിരിക്കുന്നത്. 5 വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവാണ് സൗദി അറേബ്യ അവരുടെ അറബ് ലൈറ്റ് ക്രൂഡ് വിൽക്കുന്നത്. 2 കാരണങ്ങളാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത്. ഒപെക് രാജ്യങ്ങളും റഷ്യയും നടത്തുന്ന ഉൽപാദനം കൂടിയത് കാരണം മിച്ചമായ എണ്ണയുണ്ട്. അവ വിറ്റഴിക്കാനാണ് വില കുറച്ചത് എന്നാണ് ഒരു വിവരം. മറ്റൊന്ന്, ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്ന ഏഷ്യയിലെ പ്രധാന വിപണികൾ നിലനിർത്തുക എന്ന തന്ത്രം. സൗദി അറേബ്യയുടെ ലൈറ്റ് ക്രൂഡിന് സമാനമായ മേന്മയുള്ള റഷ്യയുടെ യൂറൽ ക്രൂഡ് ഓയിലിന് വില കുറവാണ്. ഇവ ഇന്ത്യൻ വിപണിയിൽ എത്തിയതോടെ സൗദിയുടെ എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങളങ്ങ് മാറി. അതിനിടെയാണ് അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്നും കൂടുതൽ എണ്ണ ഇന്ത്യ വാങ്ങാൻ തുടങ്ങിയത്. ഇത് രണ്ടും തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ബോധം കൃത്യമായി സൗദിക്കുണ്ട്. നേരത്തെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യ ക്രൂഡ് ഓയിലിനു വേണ്ടി ആശ്രയിച്ചിരുന്നത്. എന്നാൽ സമീപകാലത്താണ് ഇന്ത്യ വാങ്ങൽ തന്ത്രം അങ്ങ് മാറ്റിയത്. ഇവിടെ നിന്നാണ് വില കുറച്ച്, അതായത് എവിടെ നിന്നാണ് നമുക്ക് സാധനം വില കുറച്ച് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങാം എന്നതാണ് തീരുമാനം. മാത്രമല്ല വൈവിധ്യവൽക്കരണം നടപ്പാക്കുകയും ചെയ്തു. ഇപ്പോ പശ്ചിമേഷ്യയിലെ എണ്ണ മാത്രമല്ല, അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ മേഖലകളിൽ നിന്നെല്ലാം ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. 2021 മുതലാണ് റഷ്യയെ എണ്ണയ്ക്കു വേണ്ടി ഇന്ത്യ വലിയ തോതിൽ ആശ്രയിക്കാൻ ആരംഭിച്ചത്. നിലവിൽ റഷ്യയിൽ നിന്നാണ് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി. ശേഷമാണ് ഇറാഖ്, സൗദി അറേബ്യ, അമേരിക്ക, UAE എന്നീ രാജ്യങ്ങളുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ ഇന്ത്യയുടെ വഴിക്ക് വന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച